അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ലോകരാജ്യങ്ങളോട് ഡൊണാൾഡ് ട്രംപ് നടത്തി വരുന്നത് ഒരു വ്യാപാര യുദ്ധം തന്നെയാണ്. തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കൊത്ത് നിൽക്കാത്ത രാജ്യങ്ങൾക്ക് മേൽ ഭീമമായ തീരുവ നിരക്കിലൂടെയാണ് ട്രംപ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ട്രംപിന് മുട്ടൻ പണി തിരിച്ചു വെച്ചിരിക്കുകയാണ് യുഎസിലെ സുപ്രീം കോടതി. വിദേശ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ചുമത്തിയ ഇറക്കുമതി തീരുവകൾ നിയമവിരുദ്ധമാണെന്നതാണ് യുഎസ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഈ ഒരു വിധിയിൽ ട്രംപ് ഒതുങ്ങുമോ? ആഴത്തിൽ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് വരാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യ അടക്കം ഒട്ടനവധി രാജ്യങ്ങൾക്കാണ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിൽ കരിനിഴൽ വീണത്. പ്രധാനമായും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് ട്രംപ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൈക്കൊണ്ടത്. ഇന്ത്യ അടക്കം 60ഓളം രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. 25% ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന പകരച്ചുങ്കം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ 25% പിഴച്ചുങ്കവും ട്രംപ് ഇന്ത്യക്ക് മേൽ ചാർത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തിയതുമില്ല. എന്നാൽ ഈ അടുത്ത് ഇന്ത്യയും യുഎസും തമ്മിൽ ഒരു വ്യാപാര കരാർ തയ്യാറാക്കിയിരുന്നു. അതുവഴി 18% ഇന്ത്യക്ക് മേലുള്ള തീരുവ കുറച്ചു എന്നതും ശ്രദ്ധേയമായ ഒരു നീക്കമായിരുന്നു. ട്രംപിന് തോന്നിയതുപോലുള്ള ഈ ഒരു തീരുമാനത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നും വലിയ എതിർപ്പ് തന്നെയാണ് ഉയർന്നു വന്നത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിധി പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ട്രംപിനെതിരായി യുഎസ് സുപ്രീം കോടതിയിൽ നിന്നും ഉയർന്നു വന്നത്. ട്രംപിന്റെ ഈ ഒരു നയം പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്നും ട്രംപിന് ഇതിനുള്ള അധികാരമില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ ഒരു സുപ്രീം കോടതി വിധിക്കു പിന്നാലെ ട്രംപ് ഒതുങ്ങിയോ? അതാണ് പറയാനായിട്ട് വരുന്നത്. താൽക്കാലിക തീരുവ 15% ഉയർത്തി വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതിൽ നിന്നും എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? കോടതി വിധിക്ക് മുകളിലാണ് ട്രംപിന്റെ നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1974 വ്യാപാര നിയമത്തിലെ 122 വകുപ്പ് ഉപയോഗിച്ചാണ് 150 ദിവസം വരെ താൽക്കാലിക തീരുവ ചുമത്താൻ ട്രംപ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തന്റെ തീരുവ നയത്തെ അട്ടിമറിക്കുന്നതിനുള്ള അസാധാരണമായ നീക്കവും അതുപോലെ തന്നെ അമേരിക്ക വിരുദ്ധമായ സുപ്രീം കോടതി വിധിയും വിശകലനം ചെയ്തു. അതുപോലെ തന്നെ ആഗോള തീരുവ 15% ഉയർത്തുന്നു എന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന കോടതി വിധിക്ക് പിന്നാലെ 150 ദിവസത്തേക്ക് 10% താൽക്കാലിക തീരുവ ചുമത്തിയാണ് ട്രംപ് ആദ്യം പ്രതികരിച്ചതെങ്കിൽ ശനിയാഴ്ച ആയപ്പോൾ അത് 5% കൂടി ഉയർത്തി കോടതിയെയും ജഡ്ജിമാരെയും രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. നിങ്ങൾ തന്നെ പറയൂ, എന്താണ് ശരിക്കും ട്രംപിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഏകാധിപതിയെയാണോ ശരിക്കും ഇപ്പോൾ അമേരിക്ക വളർത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തായാലും നമ്മുടെ ഇന്ത്യ ഈ ഒരു നീക്കത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി ട്രംപ് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ കൃത്യമായി നമുക്ക് അറിയാനും സാധിക്കും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.